ശബരിമല ക്ഷേത്രം തന്ത്രിയായിട്ട് ഉം. തന്റെ മകനെ വാഴിക്കണമെന്നാണ് ഉം. തന്ത്രി കണ്ഠരര് രാജീവര് പറഞ്ഞത്. ഉം. അതിന് ആ ഒരു അപേക്ഷയുണ്ടല്ലോ, ശബരിമല തന്ത്രിയുടെ മകനെ നിയമിക്കണമെന്നുള്ള തന്ത്രിയുടെ അപേക്ഷയിൽ എതിർപ്പില്ലെന്ന് ദേവസ്വം ബോർഡ് പറയുകയും ചെയ്തു. പക്ഷെ ഹൈക്കോടതി അനുമതി അനിവാര്യവുമാണ്. എങ്ങനെയാണ് ഒരു തന്ത്രിക്ക് തന്റെ മകനെ അവിടെ തന്ത്രിയായിട്ട് തന്നെ വാഴിക്കണമെന്നൊക്കെ പറയുന്ന കീഴ്വഴക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പറയുന്നതിൽ ഒരു മര്യാദകേടും ഒക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. മര്യാദകേടേ ഉള്ളൂ അതില്. ഈ പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ പറഞ്ഞതും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആ തന്ത്രി പറഞ്ഞതും ശുദ്ധ സംബന്ധങ്ങളാണ്. ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? ഇവർ തന്നെ എൻ്റെ മകനെ ആക്കണമെന്നെങ്കിൽ ഇവര് ദേവസ്വം ബോർഡ് ചെയർമാന് പറയാമല്ലോ, അടുത്തായിട്ട് എൻ്റെ മകനെ മാനുണ്ടോ എന്ന് എനിക്കറിയില്ല, മകനെ പിന്നെ ദേവസ്വം ബോർഡ് ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കണമെങ്കിൽ ഇങ്ങനൊന്നും തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല. ആധ്യാത്മികമായിട്ടാണെങ്കിലും തെറ്റാണ്, ജനാധിപത്യപരമായിട്ടാണെങ്കിലും തെറ്റാണ്, ബ്യൂറോക്രാറ്റിക് പരമായിട്ടാണെങ്കിലും തെറ്റുകളാണ്. തെറ്റുകളുടെ കൂമ്പാരങ്ങളാണ് ഈ തന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ, ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ശബരിമലയിൽ കുന്നുകൂടി കിടക്കുന്നത്. വീണ്ടും അത് തെറ്റുകളും അബദ്ധങ്ങളും ആവർത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ BJP വൈസ് പ്രസിഡന്റ് വ്യക്തിപരമായി അഭിപ്രായപ്പെട്ടതുപോലെ ഈ തന്ത്രി അവിടെ വാഴാൻ പാടില്ല. ഹിസ് ടേം ഹാസ് എക്സ്പയർഡ്. അവിടെ ശബരിമലയെ കുറിച്ചുള്ള വിവാദം ഉയർന്ന സമയത്ത് തന്നെ അദ്ദേഹം ആ പണി ഉപേക്ഷിച്ചിട്ട് ശബരിമലയെ ശുദ്ധമാക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശബരിമലയ്ക്ക് ഒരു ശുദ്ധികലശമാണ് ആവശ്യം. ആ തന്ത്രിയെ അവിടെ വെച്ചുകൊണ്ട് ആ ശുദ്ധികലശം നടപ്പില്ല. അദ്ദേഹം ഇതൊന്നും അറിയില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് പറയുന്ന ഒരു വിഗ്രഹമല്ല അദ്ദേഹം. കണ്ണും കാതുമില്ലാത്ത ഒരു വിഗ്രഹമല്ല. അതൊക്കെ അറിഞ്ഞും അതിനോടൊപ്പം പെരുമാറിയും അനുകൂലിച്ചു നിന്ന് വരുമാനം സമ്പാദിക്കുന്ന ആളെ അല്ല നമ്മൾ തന്ത്രി എന്ന് പറയേണ്ടത്. ദൈവത്തിൻ്റെ പിതൃതുല്യനായിട്ട് ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ, അതിൻ്റെ പുണ്യം, അതിൻ്റെ ആധ്യാത്മികത, ആ പൈതൃകം ഒക്കെ സംരക്ഷിക്കുന്ന ആളാണ് തന്ത്രി എന്ന പേരിന് യോഗ്യൻ. ഈ താഴമൺ കുടുംബം, ചെങ്ങന്നൂരുള്ള ഈ താഴമൺ കുടുംബത്തിൽ നിന്ന് നേരെ മുമ്പ് ഉണ്ടായിരുന്ന തന്ത്രിമാരും ഇതുപോലെയുള്ള തെറ്റുകൾക്ക് ഇരയായിട്ടുണ്ട്. നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ആ മണികണ്ഠന്റെ മുമ്പിൽ തന്ത്രിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്നു നിന്ന തന്ത്രി കണ്ഠരര് മോഹനര് പണ്ട് ഒരു വ്യഭിചാര കേസിലെ പ്രതിയാകാൻ ഇടയായിട്ടുള്ള ആളാണ്. പരിശുദ്ധി അന്നേ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും ഇനി തന്ത്രിയായിട്ട് അവിടെ കാലുകുത്തി അവിടെ ഒരു പാവം ഉണ്ടാക്കാൻ പാടില്ല. എങ്കിൽ പിന്നെ സ്ത്രീ പ്രവേശനം വേണ്ട എന്ന് പറഞ്ഞ് ശബരിമലയിലെ ഭക്തർ നടത്തിയ ആ സമരങ്ങളുടെ, ശരണ ജപ മന്ത്രങ്ങളുടെ ഭൂകരിതമായിട്ടുള്ള സമരങ്ങളുടെ പ്രസക്തി പിന്നെന്താണ്? അവരെ വഞ്ചിക്കാൻ പാടില്ല. ആ ഭക്തി അതാണ് തീർച്ചയായിട്ടും അവിടെ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തെ കൂടുതൽ പ്രശോഭിതമാക്കുന്നത്. അതിന് പകരം ഇതുപോലെ പാപം ചെയ്ത, പണത്തിനാർത്തിമുക്ത ഇത്തരം കിടാരങ്ങളെ അവിടെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ പരിശുദ്ധി നശിപ്പിക്കാൻ പാടില്ല, ചൈതന്യം നശിപ്പിക്കാൻ പാടില്ല. വേലി തന്നെ വിളവ് കിട്ടി തിന്നുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പ്രജിത പോയി കാണും. എവിടെങ്കിലും ഈ തന്ത്രി നിത്യേന അവിടെ വാഴുന്ന ഒരു പതിവ് കണ്ടിട്ടുണ്ടോ? ഇദ്ദേഹത്തിന് വേറിട്ട് വേണം മുറി എന്ന് പറഞ്ഞ് ശബരിമല ആ ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്നെ, സന്നിധാനത്തിൽ തന്നെയാണ് ആ ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്നെ പ്രത്യേക ഒരു മുറിയൊക്കെ വെച്ചിട്ട് അവിടെ കക്കൂസും വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് നടത്തുന്നത്. ഈ മലമൂത്ര വിസർജനമൊക്കെ അവിടെ തന്നെ നടത്തിക്കൊണ്ട് എന്തൊരു മഹാഭാവമാണത്! ആ പറമ്പിൽ പോലും, ഞങ്ങൾക്കൊരു കുടുംബക്ഷേത്രമുണ്ട്, ആ പറമ്പിനകത്ത് പോലും മലമൂത്ര വിസർജനം നടത്താൻ പാടില്ലെന്നുള്ളതാണ്. അത്ര പരിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. ആ പരിശുദ്ധിയെ കളഞ്ഞു കുളിക്കുന്ന ഇയാൾ ശബരിമലയുടെ ക്ഷേത്ര സാന്നിധ്യത്തിൽ തന്നെ, വിശുദ്ധമായ സ്ഥലത്ത് തന്നെ കുടുംബജീവിതം നയിക്കുന്ന പോലെ നയിക്കുക. എന്തിനാണ് ആണ്ടി 365 ദിവസം അവിടെ 365 അവിടെ ശബരിമല സീസണിൽ മുഴുവൻ അദ്ദേഹം വന്നിരിക്കുന്നത്? വർഷത്തിലൊരിക്കലോ മറ്റോ വന്നു പോകേണ്ട, അവിടെ പ്രത്യേക തരത്തിലുള്ള ജീർണോദ്ധാരണ പ്രവൃത്തികളോ ഉണ്ടെങ്കിൽ മാത്രം വരേണ്ട ഒരാൾ, പ്രശ്നവിധികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം വരേണ്ട ഒരാൾ എല്ലാ ദിവസവും അവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാ? ഉദ്ദേശ്യം വളരെ വ്യക്തമാണ്. ഇദ്ദേഹം ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്ന് കണ്ടുകൊണ്ട് ഭക്തലക്ഷങ്ങൾ, വിശ്വാസശീലരായിട്ടുള്ള ഭക്തലക്ഷങ്ങൾ, വിശ്വാസശീലർ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇത് കേൾക്കുന്നവർ ശരിക്കും നോക്കട്ടെ. ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി പറയാൻ പോകുന്നു. വിശ്വാസശീലരായിട്ടുള്ള ആൾക്കാര് കാണിക്കയായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ കാണപ്പെടുന്ന ജീവനുള്ള ദൈവമാണെന്ന് വിചാരിച്ച് കൊടുക്കുന്നു. വഞ്ചിക്കപ്പെടുകയാണ് അവര്. പണമിടപാടുകൾ നടത്തി തിരുവല്ലയിലെ സ്വകാര്യ ബാങ്കിൽ രഹസ്യമായിട്ട് കൊണ്ടുപോയി പണമിട്ട ഒരാൾ അവിടെ ഇരിക്കാൻ എന്ത് യോഗ്യതയുള്ളത്?
അത് ഭക്തരോട് ചെയ്യുന്ന വലിയൊരു പാപമാണത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന് അവിടെ തന്ത്രി എന്നുള്ള നിലയിൽ ഒരു വിശുദ്ധനായിട്ട് ഇരിക്കാനുള്ള യോഗ്യതയില്ലാത്ത ആളാ. എന്തിനാ ഈ താഴമൺ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്? ശരിക്കും പറഞ്ഞ ആദി ഭാർഗവ ഗോത്രത്തിൽപ്പെട്ട ക്ഷത്രിയരാണ് ഈ ക്ഷേത്രം ശബരിമലയിൽ സ്ഥാപിച്ചത്. പന്തളത്തു രാജാക്കന്മാർ. പന്തളം രാജകുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിരിക്കട്ടെ, സ്വന്തം മകനാണ് മണികണ്ഠൻ, മകനാണ് പന്തളത്ത് രാജാവിന്റെ, അവിടെ പ്രതിപുരുഷനായിട്ട് നിൽക്കട്ടെ. അത് എല്ലാ ദിവസവും വേണമെന്നില്ല. അവിടെ നോക്കട്ടെ, തന്ത്രിമാര് പ്രത്യേകിച്ച് വേണമെന്ന് എന്താ നിർബന്ധം അവിടെ? അതുപോലെ തന്നെ കുറെ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന തന്ത്രി പദം. തന്ത്രം പഠിച്ചവൻ തന്ത്രിയാകണം. ഈ തന്ത്രം ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട്. മന്ത്രിമാരെ പോലെ ഒരു തന്ത്രമാണ്. പണം ഉണ്ടാക്കാൻ സ്വന്തം മകനെ ശുപാർശ ചെയ്തിട്ട് പോവുക. നല്ല സൂത്രവിദ്യ. പേരൊക്കെ ചീത്തയായി ഇദ്ദേഹത്തിന്. പ്രതിയാക്കപ്പെടുകയും ഒക്കെ ചെയ്തതാണല്ലോ. അതെ, അപ്പൊ അതിനുശേഷം ഇങ്ങനെയൊരു അതെ, ഇതാണ് കാര്യം. ഞാൻ ജയിലിലേക്ക് പോകേണ്ടി വരും. അപ്പൊ മകനെ സുരക്ഷിതമായിട്ട് അവിടെ ഇരുത്താൻ സ്ഥാനത്ത് ഈ കാണിക്കുന്ന ഇതുണ്ടല്ലോ, ആ പരാക്രമ ആക്രാന്തം, തെറ്റിയകാരനാണെന്ന് അറിയുമ്പോൾ ആ നിമിഷം ശരിക്കും പറഞ്ഞാൽ ശരിയായ തന്ത്രിയാണെങ്കിൽ ആത്മാഹുതി ചെയ്യും. മനസ്സിലായില്ലേ? കാരണം ഭൗതിക ശരീരത്തിന് വലിയ അർത്ഥമൊന്നും കാണിക്കുന്നില്ല. ഭൗതികമായിട്ട് മാത്രം ശബരിമലയെ സ്നേഹിച്ച ഒരു തന്ത്രിയാണ് ഇദ്ദേഹം തോന്നുന്നു. അതാണ് പിന്നെയും കടിച്ചു തൂങ്ങി അവിടെ ഇരുന്നത്. എന്താ കേസ് രാധാകൃഷ്ണൻ പറഞ്ഞാൽ ശരി, BJP-യുടെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. അവർക്ക് പേടിക്കണം, കാരണം ഭക്തരുടെ വോട്ടുകൾ വേണമല്ലോ. പക്ഷേ പരിശുദ്ധിയുടെ ആ ഒരു തുലാസിൽ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഈ പ്രത്യേക കുടുംബങ്ങളിൽ നിന്ന് തന്ത്രിമാരെ എന്നുള്ള ആ സമ്പ്രദായം ഹിന്ദുമതത്തിന് ചേർന്നല്ല. പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ആളാകണം മുസ്ലിം ലീഗിന്റെ അടുത്ത ഭരണാധികാരി, സർവ്വതും തീരുമാനിക്കുന്ന ആള്. അവർ യമനിൽ നിന്ന് വന്ന ആൾക്കാരാണ്. യമനിൽ നിന്ന് വന്ന അവർക്ക് കൂടുതൽ അറബി അറിയാം. അതുകൊണ്ട് ഞാൻ വിശുദ്ധ നബിയുടെ കുടുംബത്തിന് അടുത്തുള്ള കുടുംബമാണെന്നൊരു ധാരണ ഉണ്ടാക്കി ആ പരമ്പരയായിട്ട് വാഴിക്കുന്ന സമ്പ്രദായമല്ല ഹിന്ദുമതത്തിനുള്ളത്. തന്ത്രം പഠിച്ചവൻ, വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പഠിച്ചവരൊക്കെ ഇവിടെ പൂജാരികളായിട്ട് മാറുകയാണ്. അതാണ് ശരിയായിട്ടുള്ള ഹിന്ദു സമ്പ്രദായം എന്ന് പറയുന്നത്. ജനാധിപത്യപരമായിട്ടുള്ളൊരു മതമാണ് തികച്ചും. മറ്റുള്ളവരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലല്ല. ചില കുടുംബങ്ങളുടെ കുത്തകാശം ആക്കി വെച്ച കാലത്താണ് ഹിന്ദു മതത്തിലെ ഈ ജാതി മുതലായ ഉച്ചനീചത്വം മുതലായ കാര്യങ്ങൾ വന്നത്. മനസ്സിലായി? വീണ്ടും അത് തന്ത്രിമാരുടെ കൈകളിലേക്ക് ഈ അധികാരങ്ങൾ പോകാൻ പാടില്ല. അവിടെയുള്ള പാവപ്പെട്ട മലയരയന്മാരായിട്ടുള്ള വനവാസികൾക്ക് തന്ത്രിപദം കൊടുത്താലും തെറ്റില്ല. കാരണം ദൈവം സൃഷ്ടിച്ചതാണ് അവരെയും. അവർക്ക് ഈ പദം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പാണ്ഡിത്യം കുറവായിരിക്കും, പക്ഷെ ഭക്തി കൂടും. അവരത് പുണ്യമായിട്ടത് കരുതി അത് ചെയ്യും. 5 പൈസയുടെ കള്ളത്തരം ഉണ്ടാവത്തില്ലെന്ന് ഞാൻ ഉറപ്പ് പറയാം. കാരണം പണത്തിനോട് അവർക്ക് ഇതുപോലുള്ള ആർത്തിയില്ല. ഇങ്ങനെ പണത്തിനോട് ആർത്തി മൂത്ത പണ്ടാരങ്ങളെ പിടിച്ച് അവിടെ ആക്കിക്കൊണ്ട് ശബരിമലയുടെ ശബരിമല എന്ന് പറഞ്ഞാൽ തന്ത്രിയല്ല, ശബരിമല ശാസ്താവാണ്. ആ ഒരു വിശ്വാസമാണ്. ദക്ഷിണാത്യനായിട്ടുള്ള ഏകദൈവമാണ് ശബരിമല ശാസ്താവ് എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യക്കാരുടെ ദൈവമാണ്, മുഴുവൻ ദക്ഷിണേന്ത്യക്കാരുടെയും ദൈവം. അതിനെ ഇതുപോലുള്ള അവതാരങ്ങളെ വെച്ചുകൊണ്ടല്ലോ നശിപ്പിക്കരുത്. ഒരു ശുദ്ധിയുമില്ലാത്ത മനുഷ്യനാണ് അദ്ദേഹം എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരെങ്ങനെ വന്നു? ഈ കള്ളം എന്തുകൊണ്ട് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ല? എന്തിനാ പിന്നെ അവിടെ അദ്ദേഹത്തെ തന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടുത്തെ ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്ന ആ കള്ളത്തരത്തിന് കൂട്ടുനിന്നല്ലേ അദ്ദേഹം? തരം പോലെ ഗവൺമെന്റുകളോട് കൂട്ടുനിന്നുകൊണ്ട് തൻ്റെ മകനും സ്ഥാനം ഉണ്ടാക്കി അതിൻ്റെ മകനും ആക്കി കൊടുക്കുന്നത് കോൺഗ്രസിന്റെ ഒരു ഡൈനാസ്റ്റിക് പാരമ്പര്യമാണോ ശബരിമലയിലെ തന്ത്രിപദം എന്ന് പറയുന്നത്? എന്ത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത്? ഭക്തരോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയായിരിക്കും അത്. അതല്ല നമുക്ക് വേണ്ടത്. ആ സമ്പ്രദായം ഇവിടെ വേണ്ട. കുടുംബപരമായിട്ടുള്ള വാഴ്ചകളൊന്നും വേണ്ട, വീഴ്ചകളും വേണ്ട അവിടെ. അത് തന്നെയാണ് ശബരിമല അയ്യപ്പൻ ആഹ്വാനം ചെയ്യുന്നതും പറയുന്നതും. അങ്ങനെ തന്ത്രിമാരുടെ വിശുദ്ധി അതല്ല, മനുഷ്യന്റെ മനസ്സിന്റെ വിശുദ്ധി. ആ വിശുദ്ധിയുള്ളവർ അവരാണ് അവിടെ ഭരിക്കേണ്ടത്. അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ തന്ത്രി കുടുംബത്തിൽ നിന്ന് അല്ലാതുണ്ട്. അവർക്കാണ് അവിടെ സ്ഥാനം കിട്ടേണ്ടത്. അതുമാത്രമാണ് പുണ്യമായിട്ട് മാറേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള സദാചാരം പുലർത്താത്ത ആൾക്കാരെ, ഭൗതികമായിട്ടുള്ള അഴിമതി നടത്തുന്ന ആൾക്കാരെയൊക്കെ അവിടെ കൊണ്ടുവരുന്നത് അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അവരെ കണ്ടു തൊഴും എന്നുള്ളത് കൊണ്ട് അവർ ദൈവങ്ങളാകുന്നില്ല. അവരുടെ മനസ്സ് ശുദ്ധമായി അത് തന്നെ ഒരു പുണ്യക്ഷേത്രമായിട്ട് മാറുമ്പോഴാണ് അവർ ശരിക്കും അവിടെയൊക്കെ ഇരിക്കാനും കയറാനും യോഗ്യതയുള്ളത്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ശ്രീകോവിലിനകത്ത് കയറാൻ പോലും യോഗ്യതയില്ലാത്ത ആൾക്കാരാണ്. മകൻ തന്ത്രിയാകണമെന്ന് എന്ത് സത്യാഗ്രഹമാണ് അദ്ദേഹം പറയുന്നത്? തീരുമാനിക്കുന്നത് സ്വയം അങ്ങ് തീരുമാനിച്ചാൽ മതി, എൻ്റെ മകനെ ആക്കണമെന്ന് പറയാൻ. അവരുടെ സാന്നിധ്യമൊന്നും അവിടെ ആവശ്യമില്ല. എല്ലാ ദിവസവും കിടക്കുന്നത് കാണിക്ക കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ തന്നെ
വിസർജനം നടത്തി ആ തരത്തിൽ അശുദ്ധമാക്കുന്നു. അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ധന ആർത്തി കൊണ്ട് അങ്ങനെ അശുദ്ധമാക്കുന്നു. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കനകം മൂലം, കാമിനി മൂലം, കലഹം പലതരം എന്ന് പറയുന്ന പോലുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ആ തരത്തിലുള്ള മോഹങ്ങളുള്ളവരെ അല്ല അവിടെ വാഴിക്കേണ്ടത്. അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ കൊണ്ടാണ് ഈ ശബരിമലയ്ക്ക് ഗ്ലാനി ഭവിച്ചിരിക്കുന്നത് എന്നുകൂടി നമുക്ക് കരുതേണ്ടി വരും. അതുകൊണ്ട് തന്ത്രി പുറത്താക്കുക എന്നുള്ള ദേവസ്വം ബോർഡിന്റെ ചുമതലയാണ്. കോടതി പറയട്ടെ എന്നല്ല പറയേണ്ടത്. പാപികളെ അവിടുന്ന് യേശു ക്രിസ്തു ചെയ്തതുപോലെ ചുങ്കക്കാരെയും പരീശന്മാരെയും ചാട്ടവാർ കൊണ്ടടിച്ച് പുറത്താക്കപ്പെടണം. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇപ്പോഴത്തെ തന്ത്രിയും നേരത്തെ ഇരുന്ന തന്ത്രി കണ്ഠരര് മോഹനവും. കുടുംബമഹിത നോക്കി തറവാട്ട് ഘോഷണം അത് വെച്ചുമായിരിക്കരുത് തന്ത്രികളെ. പരിശുദ്ധി, മനസ്സിന്റെ പരിശുദ്ധി, ആ പരിശുദ്ധിയിലായിരിക്കണം. അതായിരിക്കണം നമ്മുടെ പാരാമീറ്റർ.